ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും റിസ വീട്ടിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള തുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പി ആണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് എൻ്റെ താത്താൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിനായിട്ട് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇനി ചെറു ചൂടുള്ള വെള്ളം 1 കപ്പ്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും കുഴച്ചെടുക്കണം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 8 പച്ചമുളക്, 1 തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം 400 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് വേവിക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിക്കണം. വറ്റിയതിന് ശേഷം ഈ മസാല ഇതിലോട്ട് യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 പിടി മല്ലിച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 3 പീസാ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ മാവ് കൊണ്ട് തന്നെ 5 പീസാക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഇതുപോലെ നീളക്കത്തിൽ പരത്തി കൊടുക്കണം. ഇപ്പൊ നീളക്കത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അവിടെ ഒന്ന് ഒട്ടിക്കാനായിട്ട് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് മുട്ട ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി
റെഡ് ചില്ലി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ആണിത് ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലോട്ട് വീണ്ടും മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തുർക്കിഷ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.